കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ പോയെന്ന് സമ്മതിച്ചല്ലോ. അത് കടകംപള്ളി ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞത് തനിക്ക് കുരുക്ക് മുറുകുന്നു എന്നുറപ്പിച്ചിട്ടാണ്. കാരണം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ED കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യും. അതിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇന്നലെ കടകംപള്ളി അയ്യപ്പ നിശ്ചയം പോലെ ആദ്യം സത്യം പറഞ്ഞു, ഇന്ന് മാറ്റി പറഞ്ഞു. അത് പറയും മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി എനിക്ക് പറയാനുണ്ട്. കാരണം ഇന്നലെ പത്മകുമാറിൻ്റെയൊക്കെ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു. ജസ്റ്റിസ് ബദറുദ്ദീൻ ആണ് ആ വിധി പറഞ്ഞത്. ജസ്റ്റിസ് ബദറുദ്ദീനാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെ അതിനിശിതമായി വിമർശിച്ചത്. മാത്രമല്ല, ഇയാളുടെ മകൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് പച്ചയ്ക്ക് കോടതി ചോദിക്കുകയുണ്ടായി. അതേ ജസ്റ്റിസ് ബദറുദ്ദീൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വിധിന്യായം തുടങ്ങുന്നത് എന്താണെന്നറിയോ? 1992 ഇറങ്ങിയ മോഹൻലാലിൻ്റെ പ്രശസ്ത ചിത്രമായ അദ്വൈതം സിനിമയിലെ പാട്ട്, പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നുള്ള വരികൾ കോട്ട് ചെയ്തിട്ട്, അത് മാത്രമല്ല അതിന് ശേഷമുള്ള വരികളും കോട്ട് ചെയ്തിട്ടാണ് ഹൈക്കോടതി ജഡ്ജി ഇന്നലെ വിധി പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മളൊക്കെ ഇന്ന് മനോരമ ചോദിക്കുന്നുണ്ട്, കട്ട സ്വർണം എവിടെ? ശബരിമലയിലെ സ്വർണം തിരിച്ചു കിട്ടുക എന്നതല്ല പ്രധാനം. അത് അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങൾക്ക്, ദ്വാരപാലക ശില്പങ്ങൾക്കെല്ലാം സ്വർണത്തിൻ്റെ വിലയല്ല പ്രിയ. ഇപ്പോൾ വന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശബരിമലയിൽ നിന്ന് കുറച്ച് സ്വർണം കൊണ്ടുപോയി എന്നല്ല അവിടുത്തെ പ്രശ്നം. മാത്രം ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ആരാധനാമൂർത്തിയുമായി ബന്ധപ്പെട്ട, ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിന്, അത് സ്വർണ്ണപ്പാളികളാവട്ടെ, ദ്വാരപാലക ശില്പങ്ങളാവട്ടെ, അതിന് സ്വർണത്തിൻ്റെ വിലയല്ല ഉള്ളത്, ഭക്തരുടെ വിശ്വാസത്തിൻ്റെ വിലയാണ്. അതിനെ അളക്കാൻ പറ്റില്ല. അതിനെയാണ് കേവലം സ്വർണം, 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു, മറ്റേ ഗോവർദ്ധൻ്റെ സ്മാർട്ട് ക്രിയേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. സ്വർണം പിടിച്ചെടുത്ത് അല്ലെങ്കിൽ ശബരിമലയിൽ നടത്തിയ മോഷണത്തിന് പകരമായി ഒരു 5 കിലോ സ്വർണം ഞങ്ങളങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കില്ല. കാരണം ഇത് കോടാനുകോടി വരുന്ന ഹിന്ദു മത വിശ്വാസികളായ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. ക്ഷേത്രവിശ്വാസത്തെ അട്ടിമറിക്കുന്ന, തകിടം മറിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. അതിന് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിക്ക് വിലയിടാൻ പറ്റില്ല. അതിൻ്റെ കേവലം സ്വർണത്തിൻ്റെ മൂല്യത്തിലേക്ക് ഒതുക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് മനഃപൂർവ്വമാണ്. അല്ല, അതിൻ്റെ ചൈതന്യം അമൂല്യമാണ്. അതാണ്. അതിന് കേവലം സ്വർണം എന്ന് പറയുന്നത് അതിൻ്റെ ക്ഷേത്രവിശ്വാസങ്ങളെ വില കുറച്ച് കാണിക്കാനുള്ള ശ്രമം കൂടിയാണ്. ഇത് കേരളത്തിലെ വിശ്വാസികൾ തിരിച്ചറിയണം. സ്വർണ്ണമല്ല പ്രശ്നം. സ്വർണം പ്രശ്നമാണ്, സ്വർണ്ണമല്ല. അതിനപ്പുറത്ത് വിശ്വാസം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിന് ഒരു മോതിരത്തിന് പോലും, പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഭഗവാൻ പുട്ടപർത്തിയിലെ സായിബാബ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആളുകൾ സ്വർണ്ണമാലയുമൊക്കെ സമ്മാനം കൊടുക്കും. അദ്ദേഹം അവിടെ വെച്ച് തന്നെ അത് ഉയർത്തിപ്പിടിച്ചിട്ട് ലേലം ചെയ്യും. അപ്പോൾ ചിലപ്പോൾ 1 പവൻ്റെ മാല ചിലപ്പോൾ 100 പവൻ്റെ വിലക്കായിരിക്കും ഭക്തർ ലേലത്തിന് വാങ്ങുന്നത്. ആ ലേലം കിട്ടുന്ന പൈസ കൊണ്ടാണ് ആന്ധ്രാപ്രദേശിലെ റായലസീമ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷങ്ങൾക്ക് മുമ്പ് സായിബാബ നടത്തിയത്. അവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ആശുപത്രി സൗജന്യമാണ്, സർവകലാശാല, ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്ന വിശ്വാസികൾ കൊടുത്തിരുന്ന സംഭാവനയിൽ നിന്നാണ്. ഈ സംഭാവന ഭഗവാൻ സായിബാബ തൊട്ട ഒരു സാധനത്തിന് 100-1000 ഇരട്ടി വില കൊടുത്തു വാങ്ങാൻ ആളുണ്ടായിരുന്നു. കാരണം ഭഗവാന്റെ തൃക്കൈ കൊണ്ട് സ്പർശിച്ചതാണെന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന് വിലയിടാൻ പറ്റില്ല. അതിന് 5-10 കിലോ സ്വർണത്തിൻ്റെ വിലയാണ് അല്ല ഉള്ളത്. ഇതാണ് പരമപ്രധാനമായ കാര്യം. ഇപ്പോൾ ഈ പ്രിയൻ ചോദിച്ച കാര്യം, കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ കൊള്ള നടന്നത്. ഒരു തർക്കവുമില്ല. ദേവസ്വം കമ്മീഷണറായിട്ട് വാസുവിനെ കൊണ്ടിരുന്നത്, വാസുവിനെ പിന്നെ ദേവസ്വം പ്രസിഡന്റ് ആക്കുന്നത്, പിന്നീട് പത്മകുമാർ വരുന്നത്, ഈ തീരുമാനങ്ങളൊക്കെ നടക്കുന്നത്, ഇതെല്ലാം നടക്കുന്നത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ കാലത്താണ്. അപ്പോൾ കടകംപള്ളിക്ക് ഇത് ഒഴിയാൻ പറ്റില്ല. ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര ബോഡിയാണെന്ന് ഇപ്പോൾ വേണേൽ ന്യായം പറയാം. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സർക്കാർ എന്തിനാ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നത്? ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ എന്തിനാണ് പിണറായി പറഞ്ഞത്? ദേവസ്വം ബോർഡ് സ്വതന്ത്ര ബോഡിയല്ലേ? അല്ല, ദേവസ്വം ബോർഡ് സ്വതന്ത്ര ബോഡിയൊന്നുമല്ല, മന്ത്രിയുടെ കീഴിൽ തന്നെയാണ്. മന്ത്രി അറിഞ്ഞ് തന്നെയാണ് എല്ലാം നടക്കുന്നത്. ആ മന്ത്രി പറയുകയാണ്, ആ മന്ത്രി ഈ ദേവസ്വം ബോർഡ്, ഈ ദേവസ്വം കൊള്ളയുടെ മുഖ്യ സൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി 1 അല്ല 2 തവണ പോയി എന്ന് അയൽവാസിയായ വിക്രമൻ നായർ SITക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ മൊഴിയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ്, അത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും SIT ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചു എന്താണ്, മന്ത്രി വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മന്ത്രിക്ക് മറുപടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. മന്ത്രി ഇന്നലെ പറഞ്ഞ മറുപടി എന്താണ്? മന്ത്രി ഇന്നലെ പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട്, അവിടെ ഒരു കുട്ടിയുടെ ചടങ്ങിന് വിളിച്ചപ്പോൾ പോയതാണ്. കുട്ടിയുടെ ചടങ്ങ്. എന്നിട്ട് മന്ത്രി പറഞ്ഞെന്താണ്, ഞാൻ പോലീസ് എസ്കോട്ട് കൊണ്ടുകൂടിയാണ്. പോലീസ് എസ്കോട്ടൊക്കെ ഉണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു, മുന്നിലും പുറകിലും പോലീസും ഒക്കെ ആയിട്ട് കുട്ടിയുടെ
വീട്ടിലെ പരിപാടിക്ക് പോയി. എന്ത് കുട്ടിയുടെ വീട്ടിലെ പരിപാടി എന്താ? കുട്ടിക്ക് നൂല് കെട്ടാൻ. ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള സംസ്ഥാനത്തെ ദേവസ്വം ടൂറിസം മന്ത്രിയായിരുന്നു അല്ലേ അതെ. കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിലെ പോറ്റിക്കുഞ്ഞിന് നൂല് കെട്ടാൻ പോയി. ഒരു കുഞ്ഞിൻ്റെ നൂല് കെട്ടെന്ന് പറയുന്നത് വളരെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഏറ്റവും അടുപ്പമുള്ള ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ്. കല്യാണം പോലെയല്ല. അല്ല. വളരെ ലളിതമായി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നൂലുകെട്ട്. ആ നൂലുകെട്ടിന് താൻ പോയി എന്ന് ഇന്നലെ കടകംപള്ളി പറഞ്ഞു. ഇന്ന് കടകംപള്ളി മാറ്റി പറഞ്ഞു. അത് എനിക്ക് ഓർമ്മപ്പശകാണ്. ഞാൻ അതിലല്ല, അവിടെ വേറെ എന്തോ ഇയാളുടെ അച്ഛനുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിന് പോയതാണ്. കാരണം കടകംപള്ളി കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. കടകംപള്ളി 2 തവണയും പോയി. ഒന്ന് നൂലുകെട്ടിനും പോയി, പോറ്റിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യത്തിനും പോയി. അതാണ് സത്യം. അപ്പോൾ പോറ്റി എന്നിട്ട് പറയാം, ഒറ്റ പ്രാവശ്യം ഞാൻ പോയുള്ളൂ, അത് അച്ഛൻ്റെ കാര്യത്തിലാണ്, എനിക്ക് ഓർമ്മപ്പശകായിരുന്നു എന്ന്. കടകംപള്ളി ഇന്നലെ പറഞ്ഞതെന്നറിയോ, ഞാൻ ശബരിമലയിൽ നിൽക്കുമ്പോൾ 2016 അയ്യപ്പൻ്റെ ഭക്തനായ പോറ്റിയെ പരിചയപ്പെട്ടു. ശബരിമല വെച്ച് പരിചയപ്പെട്ടു. ഓക്കെ, ഒരാളെ കണ്ട്, മന്ത്രിയാണ്, ഞാൻ പോറ്റിയാണ്, തൊഴുത്, സാറേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് പോയി. അതാണല്ലോ പരിചയപ്പെടും. നമ്മളുമൊക്കെ പരിചയപ്പെടാറുണ്ട്. പക്ഷെ ആ പരിചയം സ്വന്തം വീട്ടിലെ ചടങ്ങിന് വിളിക്കുന്ന തരത്തിലേക്ക് വളരണമെങ്കിൽ അതിനുശേഷം അനുസ്യൂതം നിരന്തരം ഇവർ തമ്മിലുള്ള കോണ്ടാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് പോറ്റിയുടെ അച്ഛന് സുഖമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ചടങ്ങ് വരണമെങ്കിൽ മന്ത്രി പോകണമെങ്കിൽ ആ ബന്ധം വലിയ ദൃഢമായി അല്ലേ. ഈ 2 ഘടകങ്ങൾ എങ്ങനെ സംഭവിച്ചു? നിരന്തരം ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പല മന്ത്രിമാരെയും വഴി വെച്ച് കാണാറുണ്ട്. എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലെ കൊച്ചിൻ്റെ നൂലുകെട്ടിനും അപ്പിയിട്ടത് കഴിക്കാനൊന്നും മന്ത്രി വരാറില്ല. അപ്പോൾ കടകംപള്ളി പോറ്റിയുടെ വീട്ടിലെ പോറ്റിക്കുഞ്ഞിൻ്റെ നൂല് കെട്ടാൻ പോയിട്ടുണ്ട് എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. അത് ഇന്നലെ പറഞ്ഞ് പെട്ടപ്പോൾ പാർട്ടി പറഞ്ഞു, കടകംപള്ളി ആവശ്യമില്ലാത്ത പറയുന്നത് കേട്ടോ, നിന്നെ വന്ന് കൊണ്ടുപോയി ഇടിച്ച് നിൻ്റെ കൂമ്പ് പാട്ടും, അതുകൊണ്ട് ഇപ്പം മാറ്റിക്കോ എന്ന് പറഞ്ഞപ്പോൾ നേരം എടുത്ത് പത്രക്കാരൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഇന്നലെ പെശക് പറ്റിയാണ്, ഓർമ്മ പെശക്. എന്താ അൽഷിമേഴ്സ് ഉണ്ടോ ഇത്ര ഓർമ്മ തെറ്റ് വരാൻ? എന്നിട്ട് പറയുകയാണ് അച്ഛൻ്റെ എന്തോ ചടങ്ങിന് ആണെന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, 2 തവണയും പോയിട്ടുണ്ട്. 2 തവണയും പോയിട്ടുണ്ട്. അപ്പോൾ പോറ്റിക്കുഞ്ഞിന് നൂല് കെട്ടാൻ മാത്രം എന്തു ബന്ധമാണ് തന്ത്രിക്കുള്ളത്? മാത്രമല്ല, എന്നിട്ട് കടകംപള്ളി വളരെ വിചിത്രമായ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് ഞാൻ പോയത് അന്നത്തെ പോറ്റിയുടെ വീട്ടില, ഇന്നത്തെ പോറ്റിയല്ലത്. ഇന്നത്തെ പോറ്റി അന്നേ തുടങ്ങിയതായി പരിപാടി. പോറ്റി മലയിൽ കയറിയത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒത്താശ നിന്നത് മന്ത്രിയാണ്. അപ്പോൾ ഇന്നത്തെ പോറ്റിയും അന്നത്തെ പോറ്റിയും തമ്മിൽ എന്താ വ്യത്യാസം? കാരണം വർഷങ്ങളുടെ പ്ലാനിങ് ദേവസ്വം ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സജ്ജരാക്കി തൻ്റെ ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് പോറ്റി 2016 അതിനു മുമ്പ് ശബരിമലയിലെത്തുന്നത്. എന്നിട്ട് അത് അയാൾ ഈ പറഞ്ഞ കാലയളവിൽ, കടകംപള്ളി മന്ത്രിയായിരിക്കുന്ന കാലയളവിൽ തന്നെ ഈ കൊള്ള നടത്തുകയും ചെയ്തു. അപ്പോൾ ഇപ്പം കടകംപള്ളി നിർലജ്ജം പറയുകയാണ്, ഞാൻ പോയത് അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണെന്ന്. അപ്പോൾ അന്നത്തെ പോറ്റിയെക്കുറിച്ച് ഇയാൾക്ക് എന്തറിയാമായിരുന്നു? ഇന്നത്തെ പോറ്റിക്ക് എന്താണ് വ്യത്യാസം? എന്തൊരു കള്ളമാണ് ഈ മനുഷ്യൻ പറയുന്നത്. കാരണം ശബരിമല കൊള്ളയുടെ കിങ് പിൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രക്ഷാകർത്താവ് കടകംപള്ളി സുരേന്ദ്രനാണ്, ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, മാധ്യമ പ്രവർത്തകർ ഇന്നലെ ചോദിച്ചു, അത് മാത്രമല്ല, നിങ്ങൾ ബാംഗ്ലൂർ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലിരിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളുണ്ടല്ലോ എന്ന് ചോദിച്ചു. കാമ്മ ഒന്നും മിണ്ടിയില്ല. പണ്ട് റെയിൻകോട്ട് ഇട്ട് പോയൊരു കഥയുണ്ടല്ലേ കടകംപള്ളിയെ കുറിച്ച്? എന്താ കഥ അറിയോ? ഒരു ഫോൺ കോളാണ്, വ്യാപകമായി പ്രചരിച്ചതാണ്. ഒരു സ്ത്രീയുമായിട്ടുള്ള ഫോൺ കോള്. മഴയാണെങ്കിൽ റെയിൻകോട്ട് ഇട്ട് വരണം എന്നുള്ളതൊക്കെ ആയിരുന്നു. മഴയത്ത് റെയിൻകോട്ട് ഇട്ട് പോകണ്ടേ? നനയൊന്നും അല്ലല്ലോ, പനി പിടിച്ചാലോ. അതെ ശരിയാണ്. അങ്ങനെ വ്യാപകമായി പ്രചരിച്ച ഒരു ഓഡിയോ ഇതായിരുന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് കടകംപള്ളി അധികം പ്രതികരിച്ച് എവിടെയും കണ്ടിട്ടില്ല. ഒന്നും പ്രതികരിച്ചു കണ്ടിട്ടില്ല അല്ലേ? ഏതായാലും കടകംപള്ളി നൂലുകെട്ട് കേസിൽ പ്രതികരിച്ചു. കടകംപള്ളി വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇ.ഡി വന്നു. ഇ.ഡി നമ്മൾ ഇന്നത്തെ പറഞ്ഞ വീഡിയോ പറഞ്ഞു, ഇ.ഡി വന്നാലൊരു വ്യത്യാസമുണ്ട്. ഇ.ഡി പറഞ്ഞാൽ പിടിച്ചാൽ അകത്ത് പോയാൽ പിന്നെ ജാമ്യം കിട്ടാൻ പാടാണ്. രണ്ടാമത്തെ കാര്യം, ഇ.ഡി വെറുതെ അറസ്റ്റ് ചെയ്യൽ മാത്രമല്ല, ഈ ആളുകളുടെ സ്വത്തുവകകൾ അങ്ങ് ജപ്തി ചെയ്യും. അത് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തന്നെ ഇ.ഡി 26ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ മരവിപ്പിച്ചു. ഇനി കടകംപള്ളിയുടെ വീട്ടിലോട്ട് ഇ.ഡി കയറിയാൽ കടകംപള്ളിയുടെ സ്വത്ത് എത്രയുണ്ടെന്ന് നമ്മൾ അറിയും. നമുക്കറിയണമല്ലോ. നമുക്ക് ആകെ അറിയാവുന്നത് ഈ സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് എഴുതി കൊടുത്തതാണ്. ഏതായാലും കടകംപള്ളിയെ രക്ഷിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയും പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുക, കടകംപള്ളി സ്വന്തം നാവ് കൊണ്ട് കുഴിയിൽ ചാടുകയാണ്. കാരണം അതുകൊണ്ടാണ് കടകംപള്ളി ഇന്നലെ പറഞ്ഞ പോറ്റിയുടെ വീട്ടിലെ ചടങ്ങിന് പോയി ഇന്ന് നേരം വെളുത്തപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നപ്പോഴത്തേക്ക് അത് മാറ്റി പറയുന്നു, പോറ്റിയുടെ അച്ഛനെ കാണാൻ പോയതാണെന്ന് പറയുന്നത്. ഇത് രണ്ടായാലും പ്രശ്നമുണ്ട്. കാരണം ഇയാൾ പറയുന്നത് പോലെ, കടകംപള്ളി പറയുന്നത് പോലെ ശബരിമലയിൽ വെച്ച് 2016 ഒരു ഭക്തൻ എന്ന നിലയിൽ പരിചയപ്പെട്ട ആളാണ് പോറ്റിയെങ്കിൽ അയാളുടെ വീട്ടിലെ കൊച്ചിൻ്റെ നൂല് കെട്ടിക്കൊടുക്കാനും
അതല്ലെങ്കിൽ അയാളുടെ അച്ഛന് സുഖമില്ലാതിരിക്കുകയോ അയാളുടെ അച്ഛൻ്റെ എന്തെങ്കിലും ചടങ്ങ് നടക്കുമ്പോഴോ പോകാൻ മാത്രമുള്ള ബന്ധമായി അത് ആ പരിചയം വളരുന്നത് എങ്ങനെയാണ്? അതിനിടയ്ക്ക് എന്തെല്ലാം ട്രാൻസാക്ഷൻസ്, എന്തെല്ലാം ഇടപാടുകൾ, എന്തെല്ലാം കമ്മ്യൂണിക്കേഷൻസുകൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ശബരിമലയിൽ കടകംപള്ളി അന്ന് 2016 പോറ്റിയെ കണ്ട ദിവസം ഈ പോറ്റിയെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. അവിടെ നിന്ന് എത്ര പേരെ പരിചയപ്പെട്ട് കാണും? അവരുടെയൊക്കെ വീടുകളിലെ എന്താണ് നൂലുകെട്ടിനും തീണ്ടാരി കല്യാണത്തിനും ഒക്കെ കടകംപള്ളി പോകുന്നുണ്ടോ? പോയിട്ടുണ്ടോ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യം. അപ്പോൾ കടകംപള്ളിയെ സംബന്ധിച്ച് കടകംപള്ളിക്ക് അഭേദ്യമായ ഒരു ബന്ധം പോറ്റിയുമായിട്ടുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് കൃത്യമായും കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത് മനസ്സിലാവുന്നില്ല. അവർ മന്ത്രിയെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്തിട്ട് സാറേ സല്യൂട്ട് അടിച്ച് വിട്ടു. കാരണം ഇല്ലെങ്കിൽ പണി പോകുമെന്ന് പിണറായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, CPM ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇലക്ഷന് മുമ്പ് തൊട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ കളി ഇനി നടക്കില്ല എന്ന് വന്നിരിക്കുകയാണ്. കാരണം SITക്ക് കിട്ടിയിരിക്കുന്ന മൊഴി സ്വാഭാവികമായും ED അറിയും. ED അറിഞ്ഞു കഴിഞ്ഞാൽ ED അത് വെച്ചിട്ട് കള്ളപ്പണ ഇടപാടിൻ്റെ പേരിലാണ് പോറ്റിയെ ED പിടിക്കാൻ പോകുന്നതെങ്കിൽ അയാളുമായി ബന്ധമുള്ള ആളെയും ആ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ EDക്ക് പെടുത്താൻ കഴിയും. ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, അത്യുന്നതമായ ചില ഇടപെടലുകൾ, അതല്ലെങ്കിൽ അത്ഭുതകരമായ എന്തെങ്കിലും അട്ടിമറികൾ നടന്നിട്ടില്ലെങ്കിൽ നിമിഷങ്ങൾ മണിക്കൂറുകളായി മാറിക്കൊണ്ടിരിക്കെ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, ഒരു 72 മണിക്കൂറിനുള്ളിൽ പരമാവധി ഞാൻ വിശ്വസിക്കുന്നു, അന്വേഷണം EDയുടെ അന്വേഷണം സത്യസന്ധമായി മുന്നേറുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് ഉത്തരവാദിത്തോടെ പറയുന്നു, ഇപ്പോൾ ലഭ്യമായ എല്ലാ സാഹചര്യ തെളിവുകളും കടകംപള്ളിയുടെ അറസ്റ്റ് അനിവാര്യമാക്കുകയാണ്. ED പിടിക്കും മുമ്പ് മാനം രക്ഷിക്കാൻ SIT അറസ്റ്റ് ചെയ്യുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഏതായാലും കടകംപള്ളി അറസ്റ്റിലേക്കാണ്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാതെ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഈ തീവട്ടിക്കൊള്ള ഹൈക്കോടതി പറഞ്ഞ പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പരിഹാരമില്ലാത്ത ഈ പാപകർമ്മത്തിൻ്റെ ശിക്ഷ പൂർണ്ണമാവില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. കടകംപള്ളിയുടെ അറസ്റ്റ് മത്സരിക്കുമോ EDയും SITയും? ഞാനാദ്യം എന്ന് ആരറസ്റ്റ് ചെയ്യും എന്ന് മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിൽ ഭഗവാൻ കാണിച്ചു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം കടകംപള്ളിയുടെ അറസ്റ്റില്ലാതെ ശബരിമല കൊള്ളയുടെ അന്വേഷണം പൂർത്തിയാവില്ല. ഇന്ത്യ ലൈവ് നിരന്തരം മറ്റുള്ളവർ പറയാൻ മടിക്കുകയും മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ആയിട്ടുള്ള IND എന്നുള്ള ആ അടയാളത്തിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ പേജ് ഓപ്പണായി വരും. അതിൽ നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ആ ബാറിൽ ഒന്ന് വിരൽ തൊട്ടാൽ മതി. തൊട്ടുപുറത്ത് കാണുന്ന ബെൽ മണി അടയാളത്തിലും കൂടി ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. സഹായിക്കണം.